തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രതിഷേധം. 23 പേരെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് പ്രതിഷേധം. സ്ഥലം മാറ്റം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമാണ് ജീവനക്കാർ ഉയർത്തുന്നത്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, കൂട്ട സ്ഥലം മാറ്റത്തിലാണ് പ്രതിഷേധമുയരുന്നത്. വിവരങ്ങൾ എന്താണ്? രാവിലെ മുതലാണ് CITയുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഈ ട്രാൻസ്പോർട്ട് ഭവനിലെ ജീവനക്കാരെ അടക്കം ഓഫീസിലേക്ക് കടത്തിവിടാതെയാണ് CITയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. 23 പേരെ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 23 പേരെ അന്യായമായി സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റം പിൻവലിക്കുക, മാനേജ്മെന്റും സർക്കാരും നീതി പാലിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വലിയൊരു പ്രതിഷേധത്തിന് CITU തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, UDF അധികാരത്തിൽ എത്തിയതിനു ശേഷം വിവിധ മേഖലയിൽ ഇത്തരത്തിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. പോലീസിലും വിജിലൻസിലും ഒക്കെ ഇത്തരത്തിലുള്ള നടപടി ഈ ട്രൈബ്യൂണലിലൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് KSRTCയിലും ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നതും ജീവനക്കാരുടെ നേതൃത്വത്തിൽ CITയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ? തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റമാണ് ഈ കഴിഞ്ഞ ദിവസം KSRTCയുടെ ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്നും നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം യാതൊരു മാനദണ്ഡവുമില്ലാതെ CITUവിന്റെ ഭാരവാഹികളെയും അതിലെ അംഗങ്ങളെയും മാത്രം തെരഞ്ഞെടുപ്പിച്ചാണ് ഈ സ്ഥലമാറ്റം നടത്തിയിട്ടുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ച് ഇതിനെതിരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് CMDക്കും ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ കൂടുതൽ സമരത്തിലേക്ക് പോകും. സർവീസ് ബഹിഷ്കരണം അടക്കമുള്ള പോലീസിലും വിജിലൻസിലും സമാനമായ ഇതുണ്ടായപ്പോൾ നിയമത്തിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടിയിരുന്നു. അത്തരത്തിൽ നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ CITU? ഞങ്ങളെ സംബന്ധിച്ച് CITU എന്നത് സമര സംഘടനയാണ്. ഞങ്ങൾ എല്ലാ കാലത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് സമരത്തിലൂടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ സമര പോരാട്ടം തന്നെ നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അത് കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 8 മണിയോട് കൂടി തന്നെ CITUവിന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ഭവനിലേക്ക് എത്തുന്ന ജീവനക്കാരെ അടക്കം പ്രവേശിപ്പിക്കില്ല, CMDയെ അടക്കം ഇങ്ങോട്ട് കടത്തിവിടില്ല എന്നാണ് CITU പറയുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന്റെ ഭാഗമായി ഇനിയും വലിയ പ്രക്ഷോഭങ്ങൾ, ഈ ബസ് റൂട്ട്, ഈ സമരം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് CITUയുടെ തീരുമാനം. CMDയെ അടക്കം തടഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് CITU പോകുമെന്നാണ് പറയുന്നത്. ഈ മാനദണ്ഡം ലംഘിച്ച് ആണ് 23 പേരെയും സ്ഥലം മാറ്റിയതെന്നടക്കമുള്ള ആരോപണവും CITU ഉന്നയിക്കുന്നുണ്ട്. ശരി, സഫാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.